لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين أما بعد فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് ഈ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ അള്ളാഹു സ്വർഗത്തിൽ അദ്ദേഹത്തിൻ്റെ പത്നിയോടൊപ്പം താമസിക്കാൻ കൽപ്പിക്കുകയും ഒരു വൃക്ഷത്തിൽ നിന്ന് മാത്രം ഭക്ഷിക്കരുതെന്ന് ആദമിനോടും ഹവ്വാനോട് പറയുകയും ഫഅസല്ലഹുമ ശൈത്താൻ ഷാജ് അവരെ വഴികേടിലാക്കുകയും അവർ ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്നതിൻ്റെ കാരണത്താൽ അവർ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷമുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഫതലഖാ ആദമു മിൻ റബ്ബിഹി കലിമാത്തിൻ. ഫതലഖാ ഫാ തൊട്ടുടനെ സംഭവിച്ചു എന്ന ഉദ്ദേശത്തിലാണ്. ഫതലഖാ അദ്ദേഹം ഒരു തിന്മ ചെയ്തു, അദ്ദേഹത്തിന് തെറ്റുപറ്റി. അപ്പോൾ പിന്നീട് പൊതുവെ ഒരു കാര്യം സംഭവിച്ചു തൊട്ടടുത്ത് തന്നെ അടുത്തത് സംഭവിക്കുന്നതിനാണ് പറയുക. പൊതുവെ വേഗതയിൽ വളരെ വൈകാതെ തന്നെ. തലക്ക എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു എന്നാണ് അർത്ഥം. തലക്ക ഖുർആൻ പലയിടത്തും കാണാം തലക്ക എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖുർആൻ സ്വീകരിക്കുന്നതിനെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. വ ഇന്നക ലതുലഖൽ ഖുർആൻ, വ ഇന്നക ലതുലഖ അൽ ഖുർആൻ. നബിയെ അങ്ങേക്ക് ഖുർആൻ നൽകപ്പെടുന്നു. തുലഖ അങ്ങേക്ക് സ്വീകരിക്കാവുന്ന വിധത്തിൽ, ഹൃദയത്തിൽ ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ നൽകപ്പെടുന്നു. ഇന്നക ലതുലഖ. സൂറത്ത് ഖാഫിലുണ്ട് ഇതേപോലെ. എവിടെയല്ലേ മലക്കുകൾ മനുഷ്യന്മാരെ വാക്കുകൾ സ്വീകരിക്കുന്നതിനെ കുറിച്ചിട്ട് وما يلفظ من قول إلا ولديه رقيب عتيد وما يلقى لا إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد. تلقى أنا സ്വീകരിച്ചുന്നാണ്. فتلقى ആദം സ്വീകരിച്ചു അലൈഹി സ്വലാത്തു വസ്സലാം. ഫതലഖാ ആദമു മിർ റബ്ബിഹി റബ്ബിൽ നിന്ന്. മിർ റബ്ബിഹി എന്ന് അദ്ദേഹത്തിൻ്റെ റബ്ബിൽ നിന്ന്. ഇബ്നു ഉസൈമീൻ അദ്ദേഹം പറഞ്ഞേക്കണം, നമ്മൾ തുടക്കത്തിൽ സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്, റബ്ബ് എന്നതിന് രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്ന് റുബൂബിയ്യത്തുൻ ആമ്മ, രണ്ട് റുബൂബിയ്യത്തുൻ ഖാസ്സ. ഒന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവൻ സർവ്വ മനുഷ്യരുടെ റബ്ബാണ്. അവരെല്ലാവരും പഠിച്ചത്, അവർക്ക് റിസ്ക് നൽകുന്നത് അള്ളാഹുവാണ്. അതാണ് റുബൂബിയ്യത്തുൻ ആമ്മ. സർവ്വ മനുഷ്യരും അള്ളാഹു അവരുടെ റബ്ബാണ്. രണ്ട് റുബൂബിയ്യത്തുൻ ഖാസ്സ. ചിലർ പറയും റുബൂബിയ്യത്തുൻ ഈമാനിയ, ഈമാനികമായ റുബൂബിയത്ത്. അള്ളാഹു അവൻ്റെ ഔലിയാക്കന്മാരുടെ റബ്ബാണ് എന്ന് പറഞ്ഞാൽ അവരെ പരിഗണിക്കുന്നവനും അവരെ പരിചരിക്കുന്നവനും അവർക്ക് ആവശ്യമായത് നൽകുന്നവനും അവരെ സ്വീകരിക്കുന്നവനും അവർക്ക് ഈമാൻ അതിലേക്ക് വഴിയൊരുക്കുന്നവനും. ഈ അർത്ഥത്തിലാണ് റുബൂബിയ്യ ഖാസ്സ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞേക്കാണ്, ദുആ ചെയ്യുമ്പോൾ റബ്ബി അല്ലെങ്കിൽ റബ്ബന എന്നൊക്കെ പറയുമ്പോൾ അവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഈ റുബൂബിയത്താണ്. റുബൂബിയത്തുൻ ഖാസ്സ, പ്രത്യേകമായ റുബൂബിയത്താണ്. അതായത് അള്ളാഹുവെ നീ ഞങ്ങളുടെ റബ്ബാണ്, നീ മുഅ്മിനീങ്ങളുടെ റബ്ബാണ്, ഈമാൻ നൽകുന്നവൻ നീയാണ്, നന്മയിലേക്ക് നയിക്കുന്നവൻ നീയാണ്, നീയാണ് ഞങ്ങളെ ദീനിൽ വളർത്തിക്കൊണ്ടുവരുന്നവൻ. ഈ അർത്ഥത്തിലാണ്. ഇബ്നു ഉസൈമീൻ അദ്ദേഹം പറയും ഫതലഖാ ആദമു മിർ റബ്ബിഹി, ഇവിടെ റുബൂബിയ്യത്തുൻ ഖാസ്സ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിൻ്റെ റബ്ബാണെന്ന് പ്രത്യേകം പറഞ്ഞത് അള്ളാഹു അദ്ദേഹത്തെ പരിഗണിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ സൂചനയായിക്കൊണ്ടാണ്. ഫതലഖാ ആദമു മിർ റബ്ബിഹി, തൻ്റെ റബ്ബിൽ നിന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വീകരിച്ചു. കലിമാത്ത് ജംഉ കലിമത്തിൻ. കലിമത്ത് എന്നതിൻ്റെ ബഹുവചനം. കലിമത്ത് വാക്ക്, കലിമാത്ത് വാക്കുകൾ. ഫതലഖാ ആദമു മിൻ റബ്ബിഹി കലിമാത്തിൻ. ആദം അലൈഹി സ്വലാത്തു വസ്സലാം
അള്ളാഹുവിൽ നിന്ന് ചില വാക്കുകൾ സ്വീകരിച്ചു. ശ്രദ്ധിക്കുക, രണ്ട് ഖിറാഅത്തുകളുണ്ട്. ഒന്ന് ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ. രണ്ടാമത്തെ ഖിറാഅത്ത് ഫതലഖ ആദമ മിർ റബ്ബിഹി കലിമാത്തുൻ. എന്താണ് വ്യത്യാസം? ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ, ഫതലഖ ആദമ മിർ റബ്ബിഹി കലിമാത്തുൻ. രണ്ടും മുതവാത്തിറ. അഹ്സൻത്. ഫാഇല് മാറണം. ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ എന്ന് പറയുമ്പോൾ ആദമാണ് ഫാഇൽ. ആദം സ്വീകരിച്ചു. എന്തിനെ സ്വീകരിച്ചു? അള്ളാഹുവിൽ നിന്നുള്ള കലിമത്തുകളെ സ്വീകരിച്ചു. രണ്ടാമത്തിൽ നേരെ തിരിച്ചാണ്. ഫതലഖ ആദമ മിർ റബ്ബിഹി കലിമാത്തുൻ. അവിടെ ഫാഇൽ ആരാണ്? അല്ല, കലിമാറ്റാണ്. കലിമാത്ത് ഫാഇലും ആദം മഫ്ഊലുമാണ്. അപ്പം എന്താ അർത്ഥം? ഫസ്സീറുകൾ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലിമത്തുകൾ, അവൻ്റെ വചനങ്ങൾ ആദമിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ആദമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ് എന്ന് അള്ളാഹു തീരുമാനിച്ചു. അള്ളാഹുവിൻ്റെ വാക്കുകൾ ആദമിനെ പുറത്തു കൊടുക്കാനുള്ള തീരുമാനമായി അള്ളാഹു അവൻ്റെ വാക്കുകൾ കൊണ്ട് ആദമിനെ സ്വീകരിച്ചു അലൈഹി സ്വലാത്തു വസ്സലാം. നമുക്ക് ചെറിയ വ്യത്യാസം, അറക്കത്തിലാകെ വ്യത്യാസമുള്ളൂ, പക്ഷെ അർത്ഥത്തിൽ മൊത്തം വ്യത്യാസമുണ്ട്. രണ്ടും അർത്ഥവും സഹീഹാണ്, രണ്ടും ശരിയായ അർത്ഥം. നമ്മൾ ഖിറാഅത്തിലുള്ള നമ്മൾ ഹഫ്സ നാസിമിൽ ഓതുന്നത് എങ്ങനെ? ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്ത്. ഇത് പഠിക്കുന്നതുകൊണ്ടുള്ള ഉപകാരം, ഖിറാഅത്തുകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഖിറാഅത്തുകൾ പണ്ഡിതന്മാർ പറയും, രണ്ട് ഖിറാഅത്ത് രണ്ട് ആയത്തുകളുടെ സ്ഥാനത്താണ്. രണ്ട് ആയത്തുകളുടെ സ്ഥാനത്താണ്. അതായത് ഒരേ ഖുർആൻ തന്നെ രണ്ട് അർത്ഥങ്ങൾ നൽകുന്നതാണ്. ഒരു ഖിറാഅത്തിൽ ഒരർത്ഥം, മറ്റൊരു ഖിറാഅത്തിൽ വേറൊരർത്ഥം. അത് ഖുർആനിൻ്റെ ഇജാസിൽ പെട്ടതാണ്, അതിൻ്റെ അത്ഭുതത്തിൽ പെട്ടതാണ്. അതിൻ്റെ പാരായണത്തിൻ്റെ ഒരു ഹറക്കത്ത് മാറുമ്പോൾ രണ്ടും സ്വഹീഹായ അർത്ഥം തന്നെ, രണ്ടും തെറ്റല്ല. രണ്ടിനും രണ്ട് ഉദ്ദേശങ്ങൾ, രണ്ട് ആശയങ്ങൾ നൽകാൻ സാധിക്കുന്നുണ്ട്. ഒന്നിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൽ നിന്ന് ചില വാക്കുകൾ സ്വീകരിച്ചു. രണ്ടാമത്തേതിൽ അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ ആദമിനെ സ്വീകരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കാൻ തീരുമാനിക്കുകയും അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ. അല്ല, ഇത് നിങ്ങൾക്ക് നഹ്വ് പഠിച്ചാലും മനസ്സിലാവുക. ഫാഇൽ മഫ്ഊൽ ഞാൻ പറയുന്നത് തഫ്സീർ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അറബി ഭാഷ പഠിക്കൽ ആവശ്യമാണ്. ഫതലഖ ആദമു മിർ റബ്ബി കലിമാത്ത് ഫതാബ അലൈഹി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അർത്ഥം ഇവിടെ സ്വീകാര്യമാണ്. അള്ളാഹു ഉടനടി ഫതാബ അലൈഹി, താബ പുറത്തു കൊടുത്തു. ഫതാബ അലൈഹി ആദമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തു. തൗബ അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് പറയാറുണ്ട്, സൃഷ്ടിയിലേക്ക് ചേർത്തിക്കൊണ്ട് പറയാറുണ്ട്. താബ മുഹമ്മദുൻ അല്ലെങ്കിൽ താബ ആദമുൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആദം തൗബ ചെയ്തു. താബ അല്ലാഹു അലാ ആദം, അള്ളാഹു ആദമിനു മേൽ തൗബ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ആദമിൻ്റെ തൗബ സ്വീകരിച്ചു. ഈ രണ്ടർത്ഥത്തിലുള്ള വാക്ക് വരാറുണ്ട്. തൗബ പണ്ഡിതന്മാർ പറഞ്ഞു, തൗബ ആ പദത്തിൻ്റെ അർത്ഥം, താബ എന്ന പദത്തിൻ്റെ അർത്ഥം റജഅ എന്നാണ്, മടങ്ങി വന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ആ വാക്കിൻ്റെ ഉള്ളർത്ഥം മടങ്ങി എന്നാണ്. താബ റജഅ. അടിമ തൗബ ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അടിമ തിന്മകളിൽ നിന്ന് നന്മയിലേക്ക് മടങ്ങി വന്നു, ധിക്കാരത്തിൽ നിന്ന് അനുസരണത്തിലേക്ക് മടങ്ങി വന്നു, അകൽച്ചയിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് അകൽച്ചയിൽ നിന്ന് അടുപ്പത്തിലേക്ക് തിരിച്ചു വന്നു. താബ റജഅ. തൗബ യഥാർത്ഥത്തിൽ മടങ്ങി വരവാണ്, അള്ളാഹുവിലേക്കുള്ള തിരിച്ചു വരവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്ന പോലെ അല്ലാഹു അശദ്ദു ഫർഹൻ ബിതൗബത്തി അബ്ദിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ തൻ്റെ അടിമയുടെ തൗബയിൽ അങ്ങേയറ്റം കഠിനമായ സന്തോഷിക്കുന്നതാണ്. ഏതാളെക്കാൾ? ഒരു മനുഷ്യൻ, അയാൾ ഒരു വിജനമായ മരുഭൂമിയിലായിരുന്നു. അങ്ങനെ ഇരിക്കെ അയാളുടെ
വാഹനവും അതിന് മുകളിലുണ്ടായിരുന്ന അയാളുടെ യാത്രാ വിഭവങ്ങളും എല്ലാം വാഹനത്തിനും ഒട്ടകത്തിനും മുകളിലായിരുന്നു. അപ്പോൾ മരത്തിൻ്റെ അടിയിൽ വിശ്രമിക്കാനിരുന്നപ്പോൾ ഈ ഒട്ടകം അയാളുടെ അടുത്ത് നിന്ന് പോയി. ഉറങ്ങി നീച്ചപ്പോൾ ഒട്ടകത്തിനെ കാണാനില്ല. അയാളുടെ യാത്രാ വിഭവങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ, യാത്രാ വാഹനത്തെയും കാണാനില്ല. അങ്ങനെ ഇരിക്കെ അയാൾ കുറേ അതിനെ അന്വേഷിച്ചു. അവസാനം തിരിച്ചു വന്ന് വിശ്രമിക്കുകയും കിടന്നുറങ്ങിപ്പോവുകയും ചെയ്തു. ഉറങ്ങി എണീച്ച് എഴുന്നേറ്റപ്പോൾ അതാ അയാളുടെ ഒട്ടകം അയാളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ അയാൾ ആ സന്തോഷത്തിൻ്റെ കാഠിന്യത്തിൽ അയാൾ പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക്. സന്തോഷത്തിൻ്റെ കാഠിന്യത്താൽ അഖ്തഅ മിൻ ശിദ്ദത്തിൽ ഫറഹ്, സന്തോഷത്തിൻ്റെ കാഠിന്യത്താൽ പറഞ്ഞ വാക്ക് തെറ്റിപ്പോയി. അയാൾ പറഞ്ഞു, അല്ലാഹുവേ നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ റബ്ബുമാണ് എന്ന് പറഞ്ഞു. തിരിച്ചു പറയേണ്ടതിന് പകരം ഇങ്ങോട്ട് മാറിപ്പോയി അയാളുടെ സന്തോഷത്തിൻ്റെ കാഠിന്യത്തിൽ. അപ്പോൾ അയാളുടെ സന്തോഷം എത്രയുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയല്ലേ, അല്ലാഹു അശദ്ദു ഫർഹൻ ബിതൗബത്തി അബ്ദിഹ്. എന്നാൽ അള്ളാഹു അതിനേക്കാൾ കഠിനമായ സന്തോഷമുള്ളവനാണ് തൻ്റെ അടിമ അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങി വന്നാൽ. ഇബ്നുൽ ഖയ്യിം അതിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിക്കുക, അള്ളാഹു അവൻ്റെ സന്തോഷം അവൻ്റെ അടിമ അവൻ തിരിച്ചു വരുമ്പോൾ അതൊരിക്കലും അടിമയോട് എന്തെങ്കിലും അടിമയുടെ തൗബ ആവശ്യമുള്ള ഒരുത്തൻ്റെ സന്തോഷമല്ല. അടിമ തൗബ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ആവശ്യത്തിൽപ്പെട്ടതല്ല. അവന് അടിമയുടെ തൗബ കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും വർദ്ധിക്കാനോ എന്തെങ്കിലും കുറയാനോ ഇല്ല. എന്നിട്ട് തൻ്റെ അടിമ, അത് അള്ളാഹു അവൻ്റെ അടിമയോടുള്ള സ്നേഹത്തിൻ്റെയും ഇഹ്സാനിൻ്റെയും നന്മയുടെയും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ അടയാളമാണ്. അടിമ തൗബ ചെയ്തതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുൽക്കിന് എന്തെങ്കിലും അധികരിക്കാനോ കുറയാനോ ഒന്നുമില്ല. അപ്പം തൗബ അള്ളാഹുവിലേക്ക് ചേർത്തുമ്പോൾ അള്ളാഹു സൃഷ്ടി തൗബ ചെയ്തു എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ ഉദ്ദേശം? അള്ളാഹുവിലേക്ക് അവൻ തൗബ ചെയ്ത് മടങ്ങി. ശരി, ഫതാബ അല്ലാഹു അലൈഹി എന്ന് പറയുമ്പോഴോ അള്ളാഹ് മടങ്ങി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അത്? അള്ളാഹ് പുറത്തു കൊടുത്തു. എങ്ങനെയായിരിക്കും അതിൻ്റെ അർത്ഥം? ഈ മടക്കത്തിൻ്റെ അർത്ഥം എവിടെ എങ്ങനെയുള്ളത്? തിന്മ ചെയ്യുമ്പോൾ അള്ളാഹു അവനോട് കോപിക്കുന്നുണ്ട്. ആ കോപത്തിൽ നിന്ന് അള്ളാഹു മഗ്ഫിറത്തിലേക്കും റഹ്മത്തിലേക്കും അവൻ മടങ്ങി. അടിമയോടുള്ള റഹ്മത്തിലേക്കും മഗ്ഫിറത്തിലേക്കും അഫ്വിലേക്കും പുറത്തു കൊടുക്കുന്നതിലേക്കും അവനോട് വിട്ടുവീഴ്ച കാണിക്കുന്നതിലേക്കും അള്ളാഹു മടങ്ങുന്നില്ല. തൗബ സൃഷ്ടിയിലേക്കും അടിമയിലേക്കും ചേർത്ത് പറയാറുണ്ട്. ഫതാബ അലൈഹി ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. ഇന്നഹു തീർച്ചയായും അവൻ, ആര്? അള്ളാഹു. ഇന്നല്ലാഹ ഹുവ തവ്വാബു. ഹുവ വീണ്ടും എന്താ അർത്ഥം? അവൻ തന്നെയാണ്. അപ്പോൾ 2 തവണ അവിടെ അള്ളാഹുവിലേക്കുള്ള സൂചനയുണ്ട്. ഇന്നഹു അവൻ, ഇന്നഹു തവ്വാബുർ റഹീം എന്ന് പറഞ്ഞാൽ അർത്ഥം ശരിയാണ്. പക്ഷെ അള്ളാഹ് അങ്ങനെയല്ല പറഞ്ഞു. ഇന്നഹു ഹുവ തവ്വാബു റഹീം. ദമീറുൽ ഫസ്ൽ എന്നാണ് ഇതിന് പറയാം. ദമീറുൽ ഫസ്ൽ. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. തീർച്ചയായും അള്ളാഹു അവൻ തന്നെയാകുന്നു തവ്വാബും റഹീമുമായിട്ടുള്ളവൻ. മുഫസ്സിരീങ്ങൾ പറഞ്ഞു 2 അർത്ഥങ്ങൾ ഈ ഹുവ എന്ന വാക്കുകൊണ്ട് മാത്രം അവിടെ ലഭിക്കുന്നുണ്ട്. ഇന്നഹു ഹുവ എന്ന് പറയുന്നതുകൊണ്ട്. ഒന്ന് തൗക്കീദാണ്. തൗക്കീദ് എന്ന് പറഞ്ഞാൽ ഊന്നി പറയൽ. അള്ളാഹു അവൻ തന്നെയാണ് തവ്വാബും റഹീമുമായിട്ടുള്ളവൻ. ഈ തൗക്കീദിൻ്റെ അർത്ഥം അതിലുണ്ട്. തൗക്കീദ് എന്ന് പറഞ്ഞാൽ ഊന്നി പറയൽ, പ്രസ് ചെയ്ത് പറയാം. രണ്ടാമത്തേത് ഹസ്റാണ്. ഹസ്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രമാണ് തവ്വാബും റഹീമുമായിട്ടുള്ളത്. ഇന്നഹു ഹുവ ദമീറുൽ ഫസ്ലിന് 3 ഉപകാരങ്ങളുള്ളതാണ്. പക്ഷേ ഇവിടെ 2 ഉപകാരങ്ങളുള്ളത്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു യഥാർത്ഥ തവ്വാബും യഥാർത്ഥ റഹീമും. ഒന്നതാണ്. രണ്ടാമത്തെ അർത്ഥം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് തവ്വാബും റഹീമുമായിട്ടുള്ളവൻ. വേറെ ആരും തവ്വാബും അല്ല, വേറെ ആരും റഹീമല്ല. തവ്വാബ് എന്ന വാക്ക്, റഹീം എന്ന വാക്ക് അള്ളാഹുവിനെ പറ്റി അല്ലാതെ പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ തവ്വാബ് റഹീം എന്നീ കാര്യം അള്ളാഹുവിനെ കുറിച്ചല്ലാതെ പറയുക സാധ്യമല്ല. 2 നോക്കൂ, ഒറ്റൊരു ഹുവ അവിടെ ആവർത്തിച്ചതുകൊണ്ട് ഈ 2 അർത്ഥം അവിടെ ഉണ്ട്. ഒന്ന് തൗക്കീദാണ്, മറ്റൊന്ന് ഹസ്റാണ്. തൗക്കീദാണ് ഊന്നി പറയൽ, ഉറപ്പിച്ചു പറയൽ. അള്ളാഹു അവനാണ് തവ്വാബും റഹീമുമായിട്ടുള്ളവൻ. 2, അള്ളാഹു അവൻ മാത്രമാണ് തവ്വാബും
റഹീമുൻ ആയിട്ടുള്ളവൻ. ഈ രണ്ടർത്ഥങ്ങൾ അവിടെ ഉണ്ട്. അത്തവാബ് ധാരാളമായി പുറത്തു കൊടുക്കുന്നവൻ, റഹീം അങ്ങേയറ്റം കരുണ ചൊരിയുന്നു. ഇൻഷാ അല്ലാഹ് തഫ്സീർ നമുക്ക് പിന്നീട് പറയാം. നോക്കൂ, അതിന് തഫ്സീറിൽ എന്താ ഉള്ളത്? തഫ്സീർ മുയസ്സറിൽ ഫതലഖ ആദമു ബിൽ ഖബൂലി കലിമാതൻ. ഫതലഖ സ്വീകരിച്ചു, ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ബിൽ ഖബൂൽ. ഖബൂൽ നിങ്ങൾ ഏതിലാണ് കേട്ടിട്ടുള്ളത്? എവിടെയും കേട്ടിട്ടുണ്ട് നിങ്ങൾ ഖബൂൽ എന്ന വാക്ക്? എന്തിൻ്റെങ്കിലും ഷർത്ത് പറയുമ്പോൾ നിക്കാഹിൽ കേട്ടിട്ടുണ്ടല്ലേ? നിക്കാഹിനെ കുറിച്ച് പെട്ടെന്ന് ഓർമ്മയാണ്. നിക്കാഹിൽ കബൂലുണ്ട് അല്ലേ? ഇജാബ് കബൂല്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശുറൂത്തുകളിലുണ്ട്. അത് അവിടെയുണ്ട്, നിക്കാഹിൽ മാത്രമല്ല. പിന്നെ കബൂൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം സ്വീകരിക്കുക, ഹൃദയം തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുന്നതിന് കബൂൽ എന്നറിയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശുറൂത്തുകളിൽ കബൂൽ എന്ന് വന്നത് ആ അർത്ഥത്തിലാണ്. അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിക്കാനുള്ള, അള്ളാഹു എന്തൊരു കാര്യം പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് മനസ്സോടുകൂടി നിൽക്കുക, അതിനാണ് കബൂൽ എന്നറിയാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഫതലഖ, അദ്ദേഹം സ്വീകരിച്ചത് എങ്ങനെയാണ്? മടുപ്പോടുകൂടിയാണോ? താല്പര്യമില്ലാതെയാണോ? അല്ല, ബിൽ ഖബൂൽ, തുറന്ന ഹൃദയത്തോടുകൂടി എല്ലാം സ്വീകരിക്കാൻ തയ്യാറായ മനസ്സോടുകൂടിയാണ്. ഫതലഖ ആദമു ബിൽ ഖബൂലി കലിമാത്തിൻ, ചില വാക്കുകൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൽ നിന്ന് സ്വീകരിച്ചു. നോക്കൂ, തൗബ അതിനുള്ള വഴി പറഞ്ഞു കൊടുത്തത് റബ്ബാണ് സുബ്ഹാനഹു വതആല. അള്ളാഹുവാണ് അതിനുള്ള വഴി പറഞ്ഞു കൊടുത്തത്, അള്ളാഹുവാണ് അതിലേക്ക് തൗഫീഖ് നൽകിയത്, അള്ളാഹു തന്നെയാണ് പുറത്തു കൊടുക്കുകയും ചെയ്തത്. എല്ലാം അള്ളാഹുവിൽ നിന്നാണ്. അദ്ദേഹം പറയാറുണ്ടായിരുന്നത് ലൈസ ഫിയ ഷൈഉൻ വലാ മിന്നി ഷൈഉൻ, എന്നിൽ എന്തെങ്കിലുമില്ല, ഒന്നുമില്ല. എന്നിൽ നിന്ന് എന്ന് പറയാൻ എന്തെങ്കിലുമില്ല, എൻ്റെ അടുത്ത് എന്തെങ്കിലും മേന്മയുണ്ട് എന്ന് പറയാൻ യാതൊന്നുമില്ല. അല്ലെങ്കിൽ എന്നിൽ എന്തെങ്കിലും പ്രത്യേക ഗുണങ്ങളുണ്ട് എന്ന് അതുമില്ല. മറിച്ച് മുഴുവൻ അള്ളാഹുവിൽ നിന്നുള്ളത് മാത്രമാണ്, മുഴുവൻ റബ്ബിൽ നിന്നുള്ളത്. ഫതലഖ ആദം മിർ റബ്ബിഹി കലിമാത്ത് ഫതാബ അലൈഹി അൽഹമഹു അല്ലാഹു ഇയ്യാഹ തൗബതൻ വസ്തിഗ്ഫാറൻ. ഇൽഹാം ചെയ്തു. എങ്ങനെയാണ് ആദമിന് ഈ വാക്കുകൾ കിട്ടിയത്? ഫസിരിങ്ങൾ പല വാക്കുകൾ പറഞ്ഞേക്കാണ്. ചിലർ പറഞ്ഞു ഇൽഹാമാണ്. ഇൽഹാം എന്ന് പറഞ്ഞാൽ മനസ്സിൽ തോന്നിപ്പിച്ചതാണ്. ചിലർ പറഞ്ഞു വഹയാണ്, ആദമിന് അള്ളാഹു വഹയായി നൽകിയതാണ്, സന്ദേശമായി നൽകിയതാണ്. ഇങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. ഫഅൽഹമഹു അല്ലാഹു ഇയ്യാഹ, അൽഹമഹു ഇയ്യാഹ ഏതിലേക്ക് അത് മടങ്ങുന്നത്? ഇയ്യാഹ എന്നുള്ളത് അഹ്സൻത കലിമാത്ത്. ഫഅൽഹമഹു അല്ലാഹു കലിമാത്തിൻ, അള്ളാഹു ആ വാക്ക്, ഇയ്യാഹ എന്ന് പറയുന്നത് എന്തിനാ? അതിനെ അള്ളാഹു അത് ആദമിന് ഇൽഹാം ചെയ്തു, തോന്നിപ്പിച്ചു കൊടുത്തു. ഇൽഹാം നൽകി, മനസ്സിൽ തോന്നിപ്പിച്ചു. എന്തിനു വേണ്ടിയാണ് തോന്നിപ്പിച്ചത്? തൗബതൻ, തൗബ ചെയ്യുന്നതിനു വേണ്ടി, തൗബയായിക്കൊണ്ട്, വസ്തിഗ്ഫാറൻ, ഇസ്തിഗ്ഫാറായിക്കൊണ്ട്. രണ്ടു സമാനമായ പദങ്ങളാണ് തൗബ, ഇസ്തിഗ്ഫാർ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണം പിന്നീട് ഒരിക്കൽ നമുക്ക് പറയാം. വഹിയ ഖൗലുഹു തആല, വഹിയ എന്നാണ് കലിമാത്ത്. ആ കലിമാത്തുകൾ, ആ വാക്കുകൾ ഏതാണ്? ഖൗലുഹു തആല, അള്ളാഹുവിൻ്റെ ഖുർആനിൽ തന്നെ വന്ന പ്രാർത്ഥനയാണ് ആ വാക്കുകൾ കൊണ്ട് ഉദ്ദേശം. മുഫസ്സിരീങ്ങളിൽ ചിലർ വേറെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഖുർആനിലെ വാഹിറായ പ്രത്യക്ഷമായ വാക്കുകൾ മനസ്സിലാവുന്ന എന്താണ്? ഈ പ്രാർത്ഥനയാണ്. റബ്ബന ളലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന അള്ളാഹു, ഞങ്ങളുടെ റബ്ബെ, ളലംന, ഞങ്ങൾ അതിക്രമം ചെയ്തിരിക്കുന്നു, അൻഫുസന, ഞങ്ങളോട് തന്നെ, വഇൻ ലം തഗ്ഫിർ ലന, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, വതർഹംന. നോക്കൂ, വഇൻ ലം തഗ്ഫിർ എന്നോട് പറഞ്ഞ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? തഗ്ഫിറു എന്ന് പറയാതെ ലമു എന്നതുകൊണ്ട്. നമ്മൾ പഠിച്ചില്ലേ, മിസാനിൽ പഠിച്ചില്ലേ? ലമു എന്നുണ്ട്. വഇൻ ലം തഗ്ഫിർ, ലം തഗ്ഫിർ എന്നാണ് ഗഫറ പുറത്തു കൊടുത്തു. ലം തഗ്ഫിർ, തഗ്ഫിർ ആര് പുറത്തു തന്നിട്ടില്ലെങ്കിൽ? തഗ്ഫിർ, നീ പുറത്തു. അള്ളാഹു തഫഅൽ എന്നുള്ള രൂപത്തിലല്ലേ? ലം തഗ്ഫിർ, നീ പുറത്തു തന്നിട്ടില്ലെങ്കിൽ. വതർഹംന, തർഹംൻ്റെ മാദി എന്തായിരിക്കും?
റഹിമ റഹിമ യർഹമു തർഹമു. വഇല്ലം തഗ്ഫിർ ലന, ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, വതർഹംന, ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ, തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന. എന്താ അതിലുള്ളത്? നമ്മൾ പഠിച്ചാണ് അവിടെ ഉള്ളത്. ഏതാ ഉള്ളത് അവിടെ? നൂന് തൗക്കീദ്. ഏത് നൂന് തൗക്കീദ്? അത് സഖീല. നൂന് തൗക്കീദ് സഖീലാണത്. ലനകൂനന്ന, ലനകൂനന്ന, ഞങ്ങൾ. എന്താ നക്കൂനന്നെ? ഏതാ ശരിക്കും? ഏതാ എൻ്റെ മാതി? നക്കൂനൻ്റെ കാന. വളരെ എങ്ങനെ? യക്കൂനു. ഇതേതാ രൂപം? നക്കൂനു. ലനകൂനന്ന, ലനകൂനന്ന. അപ്പം എന്തൊക്കെയാ ഇതിലിപ്പോൾ നമ്മൾ പഠിച്ച കുറേ ഉണ്ടല്ലേ. ഞങ്ങൾ ആകും, ലനകൂനന്ന, ഞങ്ങൾ ഉറപ്പായും എന്തു വന്നാലും ഞങ്ങളാവുക തന്നെ ചെയ്യും. ലനകൂനന്ന മിനൽ ഖാസിരീൻ, മിന ഇവരുടെ കൂട്ടത്തിൽ. മിനൽ ഖാസിരീൻ, ഖാസിരീൻ, ഖാസിരീൻ ഏതാ? ഖസിറ, ഖാസിർ, ഖാസിറൂൻ, ഖാസിരീൻ. ഖാസിരീൻ എന്ന് പറയാൻ കാരണം തൊട്ട് മുന്നേ മിൻ വന്നുകൊണ്ടാണ് ജറ ചെയ്താൻ. മിനൽ ഖാസിരീൻ, ഖാസിരീങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടും. ഖസിറ എന്ന് പറഞ്ഞാൽ ഖസിറ ദുനിയ വൽ ആഖിറ, നഷ്ടക്കാരിൽ പെടും. ഞങ്ങൾ നഷ്ടക്കാരിൽ ഉൾപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് പുറത്തു വന്നിട്ടില്ലെങ്കിൽ, ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഖാസിരീങ്ങളിൽ ഉൾപ്പെടും. അതിൻ്റെ അർത്ഥം റബ്ബന വലംന അൻഫുസന വല്ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. അർത്ഥം മനസ്സിലായില്ല അതിൻ്റെ? ഖസറും വരാത്ത മിൻ തൊട്ട് മുന്നേ വന്നുകൊണ്ട്. മിൻ വന്നു കഴിഞ്ഞാൽ അടുത്ത് ജർ ചെയ്യണം. അതിന് ശേഷമുള്ളത് ഇൻഷാ അല്ലാഹ് ജർ നമുക്ക് പിന്നെ പഠിക്കും. അതിൻ്റെ രൂപം മാറും. മുസ്ലിമൂന എന്നുള്ളത് മുസ്ലിമീന എന്നാവും. ലനകൂനന്ന മിനൽ ഖാസിരീൻ. ശരി. ഈ ദുആയിൽ പലതരത്തിൽ തവസ്സുലുണ്ട്. ഇത് തവസ്സുൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള ദുആയിൽ കാര്യങ്ങൾ ഇടനിർത്തുക. ഇവിടെ എന്തൊക്കെയാണ് ഇടനിർത്തിയിട്ടുള്ളത്? ഒന്നാമത് തവസ്സുൽ ചെയ്തിട്ടുള്ള എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ തവസ്സുൽ എന്താ? തുടക്കത്തിൽ റബ്ബന, അള്ളാഹുവിൻ്റെ ഇസ്മുകൊണ്ടുള്ള തവസ്സുലുണ്ട്. റബ്ബന, ഞങ്ങളുടെ റബ്ബെ. തവസ്സുലിൻ്റെ രൂപങ്ങൾ ഒന്നാണ് തവസ്സുൽ ബി അസ്മാ ഇല്ലാഹി വസിഫാത്തി, അള്ളാഹുവിൻ്റെ അസ്മാകൾ കൊണ്ടും സിഫാത്തുകൾ കൊണ്ടും തവസ്സുൽ ചെയ്യുക. തവസ്സുൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അസ്മാകളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ അൻതൽ അഹദു സ്വമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ദുആ ചെയ്ത ആളെ പറ്റി പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഇസ്മുല്ലാഹിൽ അഅ്ദം കൊണ്ട് പ്രാർത്ഥിച്ചത്. അത് പ്രാർത്ഥന എന്താ സ്വീകരിക്കുന്നത്? അതുപോലെ ധാരാളം ദുആകൾ ഇത് കാണാം. ഇന്നക അൻതൽ ഗഫൂർ റഹീം, അള്ളാഹു നീ ഇങ്ങനെ ചെയ്യണേ, കാരണം അല്ലാഹുമ്മ അൻത റസാഖ് ഉർസുഖ്നി, അല്ലാഹുമ്മ അൻത റഹ്മാൻ ഉർഹംനി. ഇങ്ങനെ റബ്ബന എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പേര് മുൻനിർത്തിക്കൊണ്ടാണ് തവസ്സുൽ ചെയ്തിട്ടുള്ളത്. അള്ളാഹു അവൻ്റെ പേര് പറഞ്ഞുകൊണ്ട്. റബ്ബ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ പേരാണ്. റബ്ബന, ഞങ്ങളുടെ റബ്ബെ. റബ്ബന ഒന്നതാണ് ഇന്ന് തവസ്സുലിൻ്റെ രൂപം. രണ്ടാമത്തേത് പറഞ്ഞ പോലെ മനുഷ്യരുടെ വലംന അൻഫുസന, മനുഷ്യർ അവരുടെ അവസ്ഥ പറഞ്ഞുകൊണ്ട്. എൻ്റെ അവസ്ഥ ഇതാണ്. എന്താ എൻ്റെ അവസ്ഥ? വലംന, ഞങ്ങൾ തെറ്റ് ചെയ്തിരിക്കും. വലംന അൻഫുസന, ഞങ്ങളോട് തന്നെ തെറ്റ് ചെയ്തിരിക്കും. വലംന അൻഫുസന. അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള തവസ്സുലിൻ്റെ രണ്ടാമത്തെ രൂപമാണ് മനുഷ്യൻ്റെ അവസ്ഥ പറയാം. റബ്ബേ, എൻ്റെ സ്ഥിതി ഇതാണ്. അള്ളാഹു നീ റബ്ബാണ്, നീ പുറത്തിറങ്ങണം, ഇങ്ങനെ പറയാം. നിൻ്റെ ന്യൂനതയും നിൻ്റെ കുറവും നിൻ്റെ കഴിവില്ലായ്മയും നിൻ്റെ അവസ്ഥയും അള്ളാഹുവിന് മുന്നിൽ എടുത്തു പറയാം. പല ദുആകളും ഇത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ച ദുആകളിൽ ഈ ദുആന് സമാനമായ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദർശനത്തിൽ പറഞ്ഞു തോന്നാൻ പ്രാർത്ഥന ഏതായത്? അല്ല, അബൂബക്കർ സിദ്ദീഖിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. أحسنت. اللهم إني ظلمت نفسي ظلما كثيرا أو ظلما كبيرا لا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك إنك أنت الغفور الرحيم. إذن سمانا ما دعاء ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا
ലനകൂനന്ന മിനൽ ഖാസിരീൻ. അത് ഇബ്നു തൈമിയ്യ വേണമെങ്കിൽ തവസ്സുലിൻ്റെ രൂപങ്ങൾ ഒന്നായി പറയാം. അള്ളാഹുവെ നീ ഇത് നൽകിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ ഇന്നതായിരിക്കും, അതെടുത്തു പറയാം. നീ ചെയ്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥിതി ഇന്നതായിപ്പോവും, അതിനെക്കുറിച്ച് പറയാം. അള്ളാഹുവിൻ്റെ സഹായം ലഭിച്ചിട്ടില്ലെങ്കിൽ അവസ്ഥ എന്താ അത് പറയാം. ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അപ്പോൾ ഇസ്തിഗ്ഫാറിൽ സഹോദരങ്ങളെ എപ്പോഴും ഇസ്തിഗ്ഫാർ എന്നത് ഉബൂദിയ്യത്തിൻ്റെ, അള്ളാഹുവിന് മുൻപിലുള്ള അടിമത്വത്തിൻ്റെ ഏറ്റവും മനോഹരമായ രൂപത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിന് മുൻപിൽ അടിമ വിനയം കാണിക്കുക എന്നുള്ളത്, താഴ്മ കാണിക്കുക എന്നുള്ളത്, അവനവൻ്റെ തെറ്റുകൾ ഏറ്റുപറയുക എന്നുള്ളത്, അള്ളാഹുവിനോട് പൊറുക്കൽ ചോദിക്കുക എന്നുള്ളത്. എത്രയോ സ്ഥലത്ത് ഇത് വന്നിട്ടുണ്ട്. അവനവൻ്റെ കുറവ് പറയുക, അവനവൻ അള്ളാഹുവിന് മുൻപിൽ ഒരു കിബിർ നടിക്കാതിരിക്കുക, റബ്ബിന് മുൻപിൽ തെറ്റിനെ കുറിച്ച് ചില ആൾക്കാർ ചില പറയും ഞാൻ അങ്ങനെ ആയതുകൊണ്ട് ചെയ്തു, ഇങ്ങനെ ആയതുകൊണ്ട് ചെയ്തു. ഇല്ല, അങ്ങനെ അള്ളാഹുവിന് മുൻപിൽ എന്ത് ചെയ്യരുത്, ഒരു ന്യായവും നിനക്ക് പറയാനില്ല. കാരണം നിൻ്റെ തെറ്റുകൾക്കൊന്നും ന്യായമില്ല. എന്ത് ന്യായമുള്ളത്? അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ ഒരാൾക്കൊരു ന്യായമില്ല. അള്ളാഹുവിന് മുൻപിൽ തെറ്റുകൾ ഏറ്റു പറയുമ്പോൾ പറയുക. ചില അബിദീങ്ങൾ അവരുടെ ദുആകളിൽ പണ്ഡിതന്മാർ പറഞ്ഞേക്കാണ്, അവർ പ്രാർത്ഥിച്ചതായിട്ട്, അള്ളാഹുവെ ഞാൻ തിന്മകൾ ചെയ്തത് നിന്നെക്കുറിച്ച് അറിയാഞ്ഞിട്ടല്ല, നിനക്കെതിരായി ചെയ്തതല്ല, നിൻ്റെ ശിക്ഷയെക്കുറിച്ച് ബോധ്യമില്ലാഞ്ഞിട്ടല്ല, അത് സഹിക്കാൻ കഴിയുമെന്ന ധാരണ ഉള്ളതുകൊണ്ടുമല്ല. ഇങ്ങനെ അവനവൻ്റെ അവസ്ഥ എടുത്ത് പറഞ്ഞു കാണാം. അള്ളാഹുവിനോട് തെറ്റുകൾ ഏറ്റു പറയുമ്പോൾ വിനയം കാണിക്കുക. അത്രല്ല, ആ വിനയം അവനവന് താഴ്മ കാണിക്കുക, അള്ളാഹുവിൻ്റെ മുൻപിൽ താഴ്മ കാണിക്കുക എന്നുള്ളത് ഉബൂദിയ്യത്തിന്, അള്ളാഹുവിൻ്റെ അടിമയാകുന്നതിൻ്റെ ഏറ്റവും നല്ല അടയാളങ്ങളിൽപ്പെട്ടതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുന്നാസായിരുന്നു, ജനങ്ങൾ ഏറ്റവും ഇബാദത്തുള്ളവരായിരുന്നു. എത്ര തവണയാണ് ഇവിടുന്ന് ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നത്? സഹാബികൾ പറഞ്ഞ പോലെ ഒരു മജ്ലിസിൽ അവിടുന്ന് 70 തവണ കൂടുതൽ തവണ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് ഞങ്ങൾ എണ്ണി കണക്കാക്കാറുണ്ടായിരുന്നു. അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുക. ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി അക്സറ മിൻ 100 മറ. ഞാൻ അള്ളാഹുവിനോട് ഒരു ദിവസം 100-ലധികം തവണ ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. അള്ളാഹു പൊറുക്കലിനെ ചോദിക്കുക. ഇസ്തിഗ്ഫാർ എല്ലാ ഖൈറിൻ്റെയും അബ്വാബുകൾ, വാതിലുകൾ തുറക്കാനുള്ള കാരണമാണ്. നിനക്ക് എന്തൊക്കെ നന്മകൾ തടയപ്പെടുന്നുണ്ടോ ഒക്കെ നിൻ്റെ തിന്മ കൊണ്ടാണ്. വാതിലുകൾ, ഖൈറിൻ്റെ വാതിൽ തുറക്കണം, നിൻ്റെ തിന്മയിൽ നിന്ന് ഇസ്തിഗ്ഫാർ ചെയ്യുക, അള്ളാഹു പൊറുക്കലിനെ ചോദിക്കുക, ക്ഷമ ചോദിക്കുക. ഇവിടെ നോക്കൂ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം തേടിയപ്പോൾ എന്നെ പിശാച് വഞ്ചിച്ചത് കൊണ്ടാണ്, വസ്വാസിലാക്കിയത് കൊണ്ടാണ്, ഞാൻ അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആയതുകൊണ്ടാണ്, ഒന്നും പറഞ്ഞില്ല. പക്ഷെ നോക്കൂ, പിശാച് ചെയ്തത് നോക്കൂ. ശൈത്താൻ, ഇബ്ലീസ് ആകട്ടെ, പലപ്പോഴും ആളുകളുടെ ചിലരുടെ വർത്താനം അങ്ങനെയാണ്. ഇബ്ലീസ് എന്ത് പറഞ്ഞാൽ അതേ സമാനമായ വർത്താനം പറയുന്ന ആൾക്കാരുണ്ട്. ഇബ്ലീസ് എന്താ പറഞ്ഞത്? റബ്ബി ബിമാ അഗ്വൈതനി ലഅഖ്ഉദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം. അള്ളാഹു നീ എന്നെ വഴികേടിലാക്കിയത് കൊണ്ട് ഞാനിവരെ പഠിപ്പിക്കുന്നതാണ്. അത് കിബ്റാണ്. അതാണ് അബാ വസ്തക്ബർ എന്ന് പറഞ്ഞത്. അവൻ്റെ കിബ്റാണ്. അവനും തെറ്റ് ചെയ്തു, അവൻ എന്ത് ചെയ്തില്ല, പൊറുക്കലും ചോദിക്കലേ ചെയ്ത്, അവൻ ധിക്കാരം കാണിക്കരുത്. നീ എന്നെ ഇങ്ങനെ വഴികേടിലാക്കിയത് കൊണ്ട് നമുക്ക് അവൻ്റെ അറിവ് അവനെ ധിക്കാരത്തിലേക്കാണ് നയിപ്പിച്ചത്. ഇന്ന് അതിക്രമം, തിന്മ പ്രവർത്തിക്കുന്ന ആൾക്കാർ ചിലർ പറയുന്ന വർത്താനാണിത്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നത് ഞാൻ നന്നാവൂലേ, അള്ളാഹു എന്നെ നേർവഴിക്ക് നടത്തിയത് മുശ്രിക്കീങ്ങൾ പറഞ്ഞ വാക്കാണത്. ലൗ ഷാ അല്ലാഹു മാ അബദ്ന ലൗ ഷാ അല്ലാഹു മാ ശറക്ന വലാ അബാഉന. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ശിർക്കയില്ലായിരുന്നു, ഞങ്ങൾ കാക്കകാരണവന്മാർ ശിർക്ക്. തിന്മ അവർ അള്ളാഹുലേക്ക് ചേർത്തി പറയുകയാണ് ചെയ്തത്. നമുക്കത് അദബില്ലാത്ത, മര്യാദയില്ലാത്ത മനസ്സിൻ്റെ അവസ്ഥയാണ്. പക്ഷേ ആദം അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബനാ ളലംനാ അൻഫുസനാ വല്ലം തഗ്ഫിർ ലനാ ഫതാബ അല്ലാഹു അലൈഹി. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. വഗഫറ ലഹു ദംബഹു. അദ്ദേഹത്തിൻ്റെ പാപം അള്ളാഹു അദ്ദേഹത്തിന് ഗഫറ ലഹു പുറത്തു കൊടുത്തു, മാപ്പാക്കി കൊടുത്തു. ഇന്നഹു തആല ഹുവ തവ്വാബു ലിമൻ താബ മിൻ ഇബാദിഹി. തൻ്റെ അടിമകളിൽ നിന്ന് തൗബ ചെയ്യുന്നവർക്ക് അവർക്ക് പുറത്തു കൊടുക്കുന്ന തവ്വാബാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ തവ്വാബ് എന്ന ഇസ്മ ഇതിലുണ്ട്. അതുപോലെ തന്നെ അർ റഹീമു ബിഹിം,
അവരോട് അതീവമായി കരുണ ചൊരിയുന്ന റഹീമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ആയത്തിൽ നിന്ന് പഠിക്കാൻ ചില പാഠങ്ങളുണ്ട്. അതിലൊന്ന് തൗബയുമായി ബന്ധപ്പെട്ട ഒരു പാഠമാണ്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗബ, അവൻ തവ്വാബാണ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ തൗബ അടിമയുടെ തൗബക്ക് മുൻപ് സംഭവിച്ചിരിക്കുന്നു. ഇബ്നുൽ ഖയ്യിം ദാരിജ് സാലിക്കിൽ അദ്ദേഹം പറഞ്ഞു, തൗബത്തുൽ അബ്ദി ഇലല്ലാഹി മഹ്ഫൂഫത്തുൻ ബിതൗബത്തിൻ മിനല്ലാഹി അലൈഹി ഖബ്ലഹ വതൗബത്തിൻ മിൻഹു ബഅദഹ. അള്ളാഹുവിൽ നിന്നുള്ള തൗബ അടിമയുടെ തൗബ സംഭവിക്കുന്നതിന് മുൻപുമുണ്ട്, ശേഷവുമുണ്ട്. അടിമ തൗബ ചെയ്യുന്നതിന് മുൻപ് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള തൗബ എത്തിയിട്ടുണ്ട്, ശേഷവും തൗബയുണ്ട്. മുൻപുള്ള തൗബ, മുൻപുള്ള തൗബ തൗബയിലേക്കുള്ള തൗഫീഖാണ്. അള്ളാഹു നിനക്ക് പുറത്തു നൽകാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് നിനക്ക് അള്ളാഹു തൗബ ചെയ്യാനുള്ള തൗഫീഖ് നൽകിയത്. അത് അള്ളാഹുവിൽ നിന്നുള്ള തൗബയാണ്. റബ്ബാണ് ആദ്യം ഇഹ്സാൻ ചെയ്തത്, അള്ളാഹുവാണ് ആദ്യം നന്മ ചെയ്തത്, അടിമയല്ല. ഈ അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്കതിന് അള്ളാഹുവാണ് തൗഫീഖ് നൽകിയത്. ഇത്ര ആൾക്കാർ ഈ തൗഫീഖ് ഇല്ലാതെ ജീവിക്കുന്നവരുണ്ട്, ഇതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ. അള്ളാഹുവിൽ നിന്നാണ് തൗബ ആദ്യമായി വന്നെത്തുന്നത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞേക്കാണ് തൗബ ഒന്ന് ആദ്യം അള്ളാഹുവിൽ നിന്നാണ്. അത് ഖുർആനിൽ എനിക്ക് കാണാതെ, ഖുർആനിലുണ്ടത്. പിന്നെ തബൂക്ക് യുദ്ധത്തിൽ നിന്ന് പിന്തി നിന്ന 3 ആളുകളുടെ ചരിത്രം പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت وضاقت عليهم أنفسهم وظنوا أن لا ملجأ من الله إلا إليه ثم تاب عليهم ليتوبوا. 3 ആളുകളുടെ ചരിത്രം അറിയാമല്ലോ, തബൂക്ക് യുദ്ധത്തിൽ മാറുന്ന ആൾക്കാർ. അപ്പോൾ അവരെ കുറിച്ച് അള്ളാഹു പറയും, ഭൂമി അവർക്ക് ഇടുക്കമുള്ളതായി, അവരുടെ മനസ്സ് തന്നെ അവർക്ക് ഇടുങ്ങിപ്പോയി. വദന്നു അല്ലാ മൽജഅ മിനല്ലാഹി ഇല്ലാ ഇലൈഹി, അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടാൻ റബ്ബിൻ്റെ അടുത്തേക്ക് മടങ്ങുക എന്നതല്ലാതെ മറ്റൊരു വഴിയില്ല എന്നവർക്ക് ഉറപ്പായി. ഫതാബല്ലാഹു അലൈഹിം ലിയതൂബു, അപ്പോൾ അള്ളാഹു അവർക്ക് തൗബ ചെയ്തു. എന്തിനു വേണ്ടി? ലിയതൂബു, അവർ തൗബ ചെയ്യാൻ വേണ്ടി. നോക്കൂ, അള്ളാഹുവിൽ നിന്നാണ് തൗബ എന്നെത്തിയത്. ഫതാബല്ലാഹു അലൈഹിം ലിയതൂബു, അള്ളാഹു അവർക്കുമേൽ തൗബ ചെയ്തു, അവർ തൗബ ചെയ്യുന്നതിനു വേണ്ടി. തൗബ യഥാർത്ഥത്തിൽ റബ്ബിൽ നിന്നാണ് ആദ്യം വന്നെത്തുന്നത്. തൗബ ചെയ്യുമ്പോൾ, ഏത് സൽക്കർമ്മങ്ങൾ നീ ചെയ്യുമ്പോൾ നീ തിരിച്ചറിയാം, റബ്ബ് നിനക്ക് തൗഫീഖ് നൽകിയത് കൊണ്ടാണ് നിനക്ക് അതിലേക്ക് വന്നെത്താൻ കഴിഞ്ഞത്. അള്ളാഹു തൗഫീഖ് നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ, റബ്ബ് അതിലേക്ക് വഴി കാണിച്ചു തന്നിട്ടില്ലായിരുന്നെങ്കിൽ നീ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യില്ലായിരുന്നു. അള്ളാഹുവിൽ നിന്നുള്ള ഇഹ്സാനാണ് ആദ്യത്തേത്, ഇതാണ് ഒന്നാമത്തേത്. അത് ഇബ്നുൽ ഖയ്യിം അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, فإنه تاب عليه أولا إذنا وتوفيقا وإلهاما. അള്ളാഹു മനുഷ്യർക്ക് ആദ്യമായി ചെയ്യുന്ന തൗബ, അവർക്ക് തൗബ ചെയ്യാൻ അള്ളാഹു അവർക്ക് വിധിച്ചു. ഇവൻ തൗബ ചെയ്യേണ്ടവനാണ്, അള്ളാഹു വിധിച്ചു എന്നതാണ്. അതുപോലെ തൗബയ്ക്ക് ഇൽഹാം ചെയ്തു, തൗബ ചെയ്യാൻ മനസ്സ് തോന്നിപ്പിച്ചു. അതുപോലെ തന്നെ തൗഫീഖ് നൽകി, അതിന് അള്ളാഹുവിന് അവസരമൊരുക്കി. ഒന്നും ഒരാൾ റബ്ബ് തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞതിലേക്ക് ഒന്നും ഒരു മനുഷ്യന് എത്തിപ്പെടില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞു, ഫതാബ അല്ലാഹു അലൈഹി സാനിയൻ ഖബൂലൻ വ ഇസാബതൻ. രണ്ടാമത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന തൗബ, അവന് അള്ളാഹു ആ തിന്മകൾ പുറത്തു കൊടുത്തുകൊണ്ടും പിന്നെ അതിനൊക്കെ പുറമെ ഇസാബതൻ, അവൻ ചെയ്ത തൗബക്ക് പ്രതിഫലം നൽകിക്കൊണ്ടുമാണ്. നോക്കൂ, നീ ചെയ്തത് തിന്മയാണ്. തിന്മ അതിന് അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിച്ചതിന് ശേഷം പൊറുക്കലിന് എന്താ പകരമുള്ളത്? അതിന് പ്രതിഫലവും. സുബ്ഹാനല്ലാഹ്. അതാണ് തവ്വാബ് എന്നതിൻ്റെ അർത്ഥം. ഫസ്സരീങ്ങൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, തവ്വാബ് എന്നത് ഫഅാൽ വസ്നാണ്. ഇത് കസറത്തിന് അർത്ഥമാക്കുന്നുണ്ട്, എന്നാണ് ധാരാളമായി തൗബ ചെയ്യുന്നതാണ്. അള്ളാഹുവിൻ്റെ തൗബ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, റബ്ബ് എത്രയാണ് തൗബ ചെയ്യുന്നത്. ഒരു മനുഷ്യൻ അതിക്രമങ്ങൾ പ്രവർത്തിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയാണ് തൗബ ചെയ്യുന്നത്, എണ്ണമില്ല. മനുഷ്യൻ എത്ര ചെയ്താലും എത്ര ആവർത്തിച്ചാലും അള്ളാഹു പുറത്തു തരാൻ തയ്യാറാണ്. ഒരാളങ്ങനെ പറയില്ല. അള്ളാഹുവിന് പുറമെ ഒരാൾക്കും തവ്വാബ് എന്ന വാക്ക് ചേരുകയേയില്ല.
അള്ളാഹ് എത്ര മനുഷ്യൻ തെറ്റ് ചെയ്താലും അള്ളാഹുവിനോട് പുറക്കൽ അള്ളാഹ് പുറത്തു തരും. എത്ര വർഷമായി ജീവിക്കുന്നു, എത്ര തവണയായി തൗബ ചെയ്യുന്നു, എത്ര ചെയ്താലും അള്ളാഹു പുറത്തുതരാൻ തയ്യാറാണ്. ഒന്നാമത്തെ അള്ളാഹ് തവ്വാബാണ്, കാരണം അവന് അതിന് മാത്രം പൊറുക്കുന്നുണ്ട്. രണ്ട്, തിന്മകൾ അത് എത്ര ആധിക്യമുള്ളതാണെങ്കിലും അള്ളാഹു പൊറുക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ തൗബ ഇതിനൊക്കെ വിശാലമായി ഉൾക്കൊള്ളുന്നതാണ്. നോക്കൂ, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു ഇൻ ശറക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഷിർക്ക് അള്ളാഹു പുറത്തു തരില്ല, അതിൽ താഴെയുള്ളതൊക്കെ അള്ളാഹു പൊറുക്കുന്നതാണ്. ഷിർക്ക് പോലും നീ അള്ളാഹു തൗബ ചെയ്ത് അള്ളാഹ് പുറത്തു തരാൻ തയ്യാറാണ്. നസാറാക്കൾ അള്ളാഹു സന്താനമുണ്ടെന്ന് വാദിച്ചു, ഒരു പൊറുക്കലും ചോദിച്ചാൽ അള്ളാഹ് പുറത്തു കൊടുക്കാൻ തയ്യാറാണ്. റബ്ബിൻ്റെ ഇഹ്സാൻ എത്ര വലുതാന്ന് നോക്കുക, അള്ളാഹുവിൻ്റെ നന്മ എത്ര വിശാലമാണ്. തൗവാബ് എന്നതിൻ്റെ രണ്ടാമത്തെ അർത്ഥം ഈ കസ്റത്താണ്. തൗബയുടെ ഒന്ന്, ധാരാളമായി അള്ളാഹ് തൗബ ചെയ്യുന്നു, എത്ര ആവർത്തിച്ചാലും തൗബ ചെയ്യുന്നു. രണ്ട്, തിന്മ എത്ര അധികരിച്ചാലും അള്ളാഹ് തൗബ ചെയ്യുന്നു. ഇത്ര തിന്മ എത്തിയാൽ ഇനി ഞാൻ പുറത്തു തരില്ല എന്നുണ്ടാവും, ഇല്ല. ഹദീസിൽ എന്താ വന്നത്? നബി സ്വല്ലല്ലാഹു അലൈഹി ഹദീസിൽ വന്ന പോലെ ലൗ ബലഗത് ദുനൂബുക അനാന അസ്സമാ ثم استغفرتني غفرت لك ولا أبالي. നിൻ്റെ തിന്മകൾ ആകാശവിഹായസ് മുഴുവൻ നിറഞ്ഞാലും ثم استغفرتني, നീ എന്നോട് ഇസ്തിഗ്ഫാർ തേടുകയാണെങ്കിൽ ഗഫർതു ലക, ഞാൻ നിനക്ക് പുറത്തു തരും. വലാ ഉബാലി, നിൻ്റെ തിന്മകൾ ഇത്ര അധികമുണ്ട് എന്നത് ഞാൻ പരിഗണിക്കുകയില്ല. ലൗ أتيتني بقراب الأرض خطايا ثم لقيتني لا تشرك بي شيئا لقيتك بقرابها مغفرة. ഭൂമി നിറയെ പാപവുമായിട്ടാണ് നീ എന്നെ കണ്ടുമുട്ടുന്നത്, നീ ശിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലഅതൈതുക ബിഖുറാബിഹ മഗ്ഫിറ, ഭൂമി നിറയെ മഗ്ഫിറത്തുമായി ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുന്നതാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ തൗബ ഈ അർത്ഥത്തിൽ തിന്മകൾ എത്ര വലുതാണെങ്കിൽ അള്ളാഹ് പുറത്തു തരും. മാത്രമല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കും, മനുഷ്യരെ പഠിച്ചതിന് ശേഷം എത്ര മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും ധിക്കാരികളാണ്. മാ അക്സറുന്നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ. ഇത്രയധികം മനുഷ്യർ ധിക്കരിക്കുന്നു, ഇത്രയധികം തിന്മ പ്രവർത്തിക്കുന്നു. ആ റബ്ബ് ആകട്ടെ സുബ്ഹാനല്ലാഹ് പുറത്തു തരാൻ തയ്യാറാണ്. ഇവരിത്രയൊക്കെ ചെയ്യുന്നു, ഇത്രയും മനുഷ്യരെ പഠിച്ചിട്ട് ഇതൊക്കെ കൊടുത്തിട്ട്. അവൻ്റെ മഗ്ഫിറത്തിൻ്റെ വിശാലത എത്രയാണ്, തൗബയുടെ വിശാലത എത്രയാണ്. അതാണ് തവ്വാബ് എന്നതിൻ്റെ അർത്ഥം. അള്ളാഹു തവ്വാബാണ്. നമ്മുടെ വിശുദ്ധ ഖുർആനിൽ തവ്വാബുർ റഹീം എന്നത് സുബ്ഹാനല്ലാഹ് അജീബാണ്. തവ്വാബുർ റഹീം എന്നത് ഖുർആനിൽ പലയിടത്ത് ആവർത്തിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച സൂറത്തുൽ ബഖറയിലാണ്. ഇവിടെ വന്നിട്ടുണ്ട്, 4 സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഒന്നിവിടെയാണ്, രണ്ടാമത്തെ എവിടെ? അതെ, ആയത്ത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ വന്നിട്ടുണ്ട്. എവിടെ വന്ന്? കഅബ പടുത്തപ്പോൾ എന്താ പറഞ്ഞേ? റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത അത്തവ്വാബുർ റഹീം. രണ്ടാമത്തെ സ്ഥലം അതാണ്. മൂന്നാമത്തെ സ്ഥലം സൂറത്തുൽ ബഖറയിൽ തന്നെ വന്ന മൂന്നാമത്തെ സ്ഥലം തർത്തീബിൽ പറയാം. ഒന്നാമത്തെ ഇവിടെയാണ്, രണ്ടാമത്തേത് 54-ാമത്തെ ആയത്തിലാണ്. ബനൂ ഇസ്രാഈലുകാരോട് അല്ലാഹു സുബ്ഹാനഹു തആല ഫതൂബു ഇലാ ബാരിഇക്കും ഫഖ്തുലു അൻഫുസക്കും ദാലികും ഖൈറുൽ ലക്കും ഇൻദ ബാരിഇക്കും ഫതാബ അലൈക്കും ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. ബനൂ ഇസ്രാഈലുകാർക്ക് പുറത്തു കൊടുത്ത ചരിത്രം പറഞ്ഞപ്പോൾ അവിടെ അത് വന്നിട്ടുണ്ട്. 3 ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതാണ്. വതുബ് അലൈന ഇന്നക അൻത തവ്വാബു അർ-റഹീം. 4-ാമത്തേത് അള്ളാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ച ഖുർആൻ മറച്ചു വെക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു. അവർ മറച്ചു വെച്ചാൽ ഇത്ര ശിക്ഷയുണ്ട്. ശിക്ഷയെക്കുറിച്ച് അതിൻ്റെ കാഠിന്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ ശേഷം പിന്നീട് അള്ളാഹു പറഞ്ഞു, ഇല്ലല്ലദീന താബു വഅസ്ലഹു വബയ്യനു ഫഉലൈക യതൂബു അല്ലാഹു അലൈഹിം ഫഉലൈക അതൂബു അലൈഹിം വഅന അത്തവ്വാബുർ റഹീം. ഫഉലൈക അതൂബു അലൈഹിം വഅന അത്തവ്വാബുർ റഹീം. ഇവിടൊക്കെ തവ്വാബ് എന്നതിനോടൊപ്പം ചേർത്ത് പറഞ്ഞ ഇസ്മേതാണ്, റഹീമാണ്.
എന്തുകൊണ്ടാണ് ഈ തവ്വാബിനോടൊപ്പം റഹീം ചേർത്ത് പറഞ്ഞത്? പണ്ഡിതന്മാർ പറഞ്ഞേക്കണം, അള്ളാഹുവിൻ്റെ അസ്മാകൾ ഹുസ്നയാണ്. എന്താ ഹുസ്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ഓരോ ഇസ്മും ഓരോന്ന് എടുത്ത് കഴിഞ്ഞപ്പോൾ തവ്വാബിനെ കുറിച്ച് നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞു. നിങ്ങൾക്ക് ആ പേര് കേട്ടപ്പോൾ എന്താ മനസ്സിലായത്? ഏറ്റവും മനോഹരമായ അർത്ഥമാണ് ആ ഇസ്മിനുള്ളത്, അല്ലേ? തവ്വാബ്, ഇത്ര മനോഹരമായ അർത്ഥമാണ് അതിനുള്ളത്. ഏറ്റവും നല്ല പേരാണത്. ഹുസ്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതെന്നാണ്. എന്നാൽ ഈ പേര് മറ്റൊരു പേരിനോട് ചേർത്ത് വെച്ചാൽ ഇതുവരെ ഇല്ലാത്ത മറ്റൊരു ഹുസ്ന്, മറ്റൊരു ഭംഗി അതിൽ നിന്ന് കൂടുതൽ ലഭിക്കുന്ന, നൂറുൻ അലാ നൂർ എന്ന് പറഞ്ഞതുപോലെ, പ്രകാശത്തിനുമേൽ പ്രകാശം എന്ന് പറഞ്ഞതുപോലെ, അള്ളാഹുവിൻ്റെ അസ്മാകൾ ഒറ്റയ്ക്ക് എടുത്താൽ തന്നെ അത് ഹുസ്നയാണ്. രണ്ട് ഇസ്മുകൾ ചേർത്ത് വെച്ചാലോ ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ലഭിക്കാത്ത മറ്റൊരു ഹുസ്ന്, മറ്റൊരു നന്മ അതിൽ നിന്ന് കൂടുതൽ ലഭിക്കുന്നതാണ്. തവ്വാബുർ റഹീം പലയിടത്തും ഖുർആനിൽ ചേർത്ത് വന്നിട്ടുണ്ട്. സൂറത്ത് ബഖറയിൽ മാത്രമല്ല, വേറെ പല സ്ഥലത്തും വന്നിട്ടുണ്ട്. ഫസിരീങ്ങൾ ചിലർ പറഞ്ഞു, ഒന്ന് തവ്വാബുർ റഹീം എന്നത് ചേർത്ത് പറയാനുള്ള കാരണം പലരുടെ തഫ്സീറിൽ കാണാം, അള്ളാഹു തൗബ ചെയ്യുന്നു എന്നത് അവൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യരോടുള്ള ആവശ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാധ്യത കൊണ്ടോ അല്ല. മുഅ്തസിലീങ്ങളിൽ ചില ആളുകൾ അങ്ങനെ പേച്ച കക്ഷികൾ അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. അവർ പറഞ്ഞു അള്ളാഹുവിനോട് പൊറുക്കലും ചോദിച്ച് പുറത്തു കൊടുക്കൽ അള്ളാഹിൻ്റെ മേൽ നിർബന്ധമാണ്, അള്ളാഹുവിന് മേൽ നിർബന്ധമാണ് തൗബ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തു കൊടുക്കൽ. അങ്ങനെ പറഞ്ഞ പേച്ച കക്ഷികൾ ചിലരുണ്ട്. അള്ളാഹ് തവ്വാബാണ്. അള്ളാഹ് തൗബ ചെയ്യുന്നത് ഒരിക്കലും അടിമകളോട് എന്തെങ്കിലും പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ എന്തെങ്കിലും കുറവ് വരുന്നത് കൊണ്ടല്ല, അവൻ്റെ റഹ്മത്ത് കൊണ്ടാണ്, അവൻ്റെ കാരുണ്യം കൊണ്ടാണ് അവൻ പുറത്തു വരുന്നത്. അവൻ്റെ തൗബ അവൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ്, അവൻ്റെ കരുണയുടെ ഭാഗമാണ്, അല്ല അവൻ്റെ മേൽ എന്തെങ്കിലും ബാധ്യത ഉള്ളത് കൊണ്ടല്ല. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ തൗബ റഹ്മത്ത് ചേർന്ന് നിൽക്കുന്നതാണ്. ചില ആൾക്കാർ പുറത്തു തരും. ദുനിയാവിലെ മനുഷ്യന്മാർ ചിലർ നമ്മൾ തെറ്റ് ചെയ്തു പുറത്തു തരും. പക്ഷേ പുറത്തതിന് ശേഷം നിന്നോടുള്ള അവൻ്റെ പെരുമാറ്റം മാറും, ഇല്ലേ? സംഭവിക്കുന്ന ആൾക്കാർ അങ്ങനെയല്ലേ ചിലപ്പോൾ ഉള്ളത്. നമ്മൾ അയാളോട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അയാൾ പറ്റുന്നതിന് മോശം പറഞ്ഞു, പിന്നീട് പറഞ്ഞത് ഞാൻ ക്ഷമ വയ്ക്കാൻ എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ ഞാൻ പുറത്തെന്ന് പറയും. പക്ഷേ മുൻപുള്ള ബന്ധം പിന്നെ ഉണ്ടാവില്ല. പിന്നെ അയാൾ നിന്നെ കാണുമ്പോൾ ചിലപ്പോൾ ഒന്ന് അകന്നു പോകും, അല്ലെങ്കിൽ നിന്നോട് പഴയ ബന്ധം പിന്നെ ഉണ്ടാവുകയില്ല. പക്ഷെ അള്ളാഹ് അങ്ങനെയല്ല. നീ തൗബ ചെയ്താൽ അവൻ റഹീമാണ്, അവൻ നിന്നോട് കരുണ കാണിക്കുന്നവനാണ്. അവൻ്റെ നിന്നോടുള്ള കരുണ ഒരിക്കലും കുറയുകയില്ല. അവൻ പുറത്തു വന്നതിന് ശേഷവും നിന്നോട് നന്മ കാണിക്കുന്നവനാണ്, നിന്നോട് കരുണ കാണിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഈ മാന ഈ രണ്ട് ഇസ്മുകൾ ചേർന്ന് വരുമ്പോൾ കിട്ടുന്നതാണ്. കാരണം ചില ആൾക്കാർ പുറത്തു കൊടുക്കാറുണ്ട്, പക്ഷെ പുറത്തു കൊടുത്തതിന് ശേഷം പിന്നെ പഴയ നന്മ ഉണ്ടാവില്ല. അങ്ങനെയല്ല, അള്ളാഹു തവ്വാബാണ്, ഒപ്പം റഹീം കൂടിയാണ്. ഇനി നിന്നോട് കരുണ കാണിക്കുന്നവനാണ്. രണ്ടാമത്തെ അർത്ഥമല്ല. മൂന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ തൗബ, അവൻ തവ്വാബാണ്, അവൻ ജനങ്ങളെ തൗബയിലേക്ക് വഴി നടത്തുന്നവനാണ്. അവൻ്റെ റഹ്മത്തിൽപ്പെട്ടതാണ് അള്ളാഹു അവരെ തൗബയിലേക്ക് നയിക്കുന്നു എന്നത്. അവർക്ക് അതിന് തൗഫീഖ് നൽകുന്നു, അവർക്ക് പുറത്തു കൊടുക്കുന്നു, അതിലേക്ക് വടി കാണിക്കുന്നു എന്നതൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽപ്പെട്ടതാണ്. തൗബയിലേക്ക് അവരെ നയിച്ചു എന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽപ്പെട്ടതാണ്. മറ്റൊരർത്ഥം ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ പുറത്തു കൊടുക്കുന്നു. പക്ഷേ ചില ആളുകൾക്ക് ചിലപ്പോൾ പുറത്ത് തന്നവരോട് പിന്നീട് ഒരു പേടിയുണ്ടായിരിക്കാം, പുറത്ത് തന്നു കഴിഞ്ഞാൽ. പക്ഷെ അള്ളാഹു കാരണം അവനോട് തെറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ ക്ഷമ ചോദിച്ചു, സ്വാഭാവികമായിട്ടൊരു പേടി ഉണ്ടാവും. പേടി അള്ളാഹുവിനോട് വേണ്ടതാണ്. പക്ഷേ ഇനി ഒരിക്കൽ കൂടി തെറ്റ് ചെയ്താൽ വീണ്ടും തിരിച്ചു ചെല്ലാൻ ചിലപ്പോൾ അവനെ ആ പേടി തടഞ്ഞു വച്ചേക്കാം. ഒരു തവണ ചോദിച്ചു, ഇനി എങ്ങനെ ചോദിക്കും? നീ മറക്കരുത്, അള്ളാഹു എന്താണ്? തവ്വാബാണെന്നതിനോട് റഹീമാണ്. നീ ഇനിയും തെറ്റ് ചെയ്താൽ അള്ളാഹുവിനോട് തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു തരും, കരുണയുള്ളവനാണ് അവൻ. ചില ആൾക്കാർ ചിലപ്പോൾ വലിയ ക്രൂരന്മാരായിരിക്കും, പക്ഷെ എപ്പോഴെങ്കിലും ഒന്ന് പുറത്തു തരും. ഒരു തവണ പുറത്താൽ ഓക്കെ പുറത്ത്, പക്ഷെ ഇനി ഒരിക്കൽ കൂടി അവൻ്റെ അടുത്തേക്ക് തെറ്റ് ചെയ്തിട്ട് പോകാൻ നിനക്കൊരു ധൈര്യം ഉണ്ടാവില്ല. കാരണം പോയി കഴിഞ്ഞാൽ എന്തായാലും കിട്ടില്ല. അങ്ങനെ നീ വിചാരിക്കേണ്ട. നീ ഇനിയും തെറ്റ് ചെയ്താൽ പോലും
അള്ളാഹുവിന് തൗബ ചെയ്താൽ പുറത്തരും, റഹീമാണ്. ഈ ഓർമ്മപ്പെടുത്തൽ അതിലുണ്ട്. 4 നല്ല കാര്യം പറഞ്ഞില്ലേ. ഇതൊക്കെ ഈ 2 ഇസ്മുകൾ ചേരുമ്പോൾ ലഭിക്കുന്ന അർത്ഥമാണ്. 2 ഇസ്മുകൾ ചേരുമ്പോൾ ലഭിക്കുന്ന അർത്ഥമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തവ്വാബാണ്, റഹീമാണ് എന്ന ഈ 2 ഇസ്മുകളിൽ നിന്ന് ഈ 2 അർത്ഥവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ആയത്തിൽ മറ്റു ചില പാഠങ്ങളുള്ളത്. ഒന്ന്, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു ചെയ്ത ഔദാര്യം, കരുണ. ആദമിനോട് ചെയ്ത ഔദാര്യം അള്ളാഹു പലയിടത്തും ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇനി ഇൻഷാ അല്ലാഹ് ഇനിയൊക്കെ വരുന്നത് പോലെ ഇനി പലരും ആവർത്തിക്കുന്നതാണ് അത്. നമ്മുടെ പൂർവികർക്ക് നൽകിയ നന്മകൾ നമുക്കുകൂടി ഉള്ള നന്മകളാണ്. അത് മക്കൾക്ക് കൂടി ബാധകമാണ്. വാപ്പയോട് ചെയ്ത കരുണ മകനോടുകൂടി ഉള്ളതാണ്. വാപ്പക്ക് അള്ളാഹു ബനു ഇസ്രാഈലരോട് പറഞ്ഞ പോലെ, യാ ബനി ഇസ്രാഈൽ അദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വന്നി ഫദ്ദൽതുക്കും അലൽ ആലമീൻ. ബനു ഇസ്രാഈലുകാരെ, നിങ്ങളെ ഞാൻ ലോകർക്ക് മുകളിൽ ശ്രേഷ്ഠതയുള്ളവരാക്കി. അത് യഥാർത്ഥത്തിൽ സംഭവിച്ച ആർക്കാണ്? അവരുടെ പൂർവ്വപിതാക്കന്മാർക്ക് ലഭിച്ച കാര്യമാണ്. പക്ഷെ അള്ളാഹു അത് എടുത്തു പറഞ്ഞ ആരോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരോടാണ്. അപ്പോൾ ആദമിന് ചെയ്ത ഈ ഔദാര്യം അത് മക്കൾക്ക് കൂടിയുള്ള ഔദാര്യമാണ്. അള്ളാഹു ആദമിനോട് ചെയ്ത ഔദാര്യം അത് മക്കൾക്ക് കൂടിയുള്ള ഔദാര്യമാണ്. അതുപോലെ തന്നെ റബ്ബനാ ളലംനാ അൻഫുസനാ വല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂന മിനൽ ഖാസിരീൻ എന്ന ദുആ അത് അധികരിപ്പിക്കാനുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്. പ്രാർത്ഥന, ബിമാർ ചെയ്ത ദുആകൾ സ്വീകരിക്കപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ള പ്രാർത്ഥനയാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബ ഖുർആനിൽ 3 സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഒന്ന് സൂറത്തുൽ ബഖറയിൽ ഇവിടെയാണ്. 2 സൂറത്തുൽ അറാഫിലാണ്. സൂറത്തുൽ അറാഫിലാണ് ആ പ്രാർത്ഥന പൂർണ്ണമായി വന്നത്. ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വല്ലം. സൂറത്തുൽ അറാഫിലാണ് വന്നത്. സൂറത്തുൽ അറാഫിലെ 23-ാമത്തെ ആയത്തിൽ. സൂറത്തു ത്വാഹയിൽ അല്ലാഹു പറഞ്ഞു, അസാ ആദമു റബ്ബഹു ഫഗവാ ثم اجتباه ربه فتاب عليه وهدى. ثم اجتباه ربه فتاب عليه وهدى. ഇപ്പോൾ 3 സ്ഥലത്ത് ഒരേ ചരിത്രമുണ്ട്. 3 സ്ഥലത്ത് 3 സൂചനകളുണ്ട്. 3 സ്ഥലത്ത് 3 സൂചനകളുണ്ട്. അറാഫിലുള്ളത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന എന്താണ് എന്നതാണ്. ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂന മിനൽ ഖാസിരീൻ. സൂറത്തുൽ ബഖറയിലുള്ളത് ഫതാബ അലൈഹി, അദ്ദേഹത്തിന് മുൻപ് സംഭവിച്ചു പോയ തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുത്തു, ഇന്നഹു തവ്വാബുർ റഹീം. സൂറത്തു ത്വാഹയിലുള്ളത് തൗബയ്ക്ക് ശേഷമുള്ള കാര്യമാണ്. ثم اجتباه ربه فتاب عليه وهدى. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അള്ളാഹു ആദമിനെ തിരഞ്ഞെടുക്കുകയും അദ്ദേഹത്തിന് ഹിദായത്ത് നൽകുകയും ചെയ്തു. നമുക്ക് ചരിത്രം 3 സ്ഥലത്ത് 3 രൂപത്തിൽ ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ 3 സ്ഥലത്ത് 3 പാഠങ്ങളാണുള്ളത്. അതുകൊണ്ട് ഖുർആനിൽ ഒരു ചരിത്രം, മൂസാ നബിൻ്റെ ചരിത്രം എത്ര സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ സ്ഥലത്തും ഓരോ പാഠങ്ങൾ കാണാം. ചുരുക്കി പറഞ്ഞെടുത്ത് ചില പാഠങ്ങൾ കാണാം, വിശദമായി പറഞ്ഞ സ്ഥലത്ത് വേറെ ചില പാഠങ്ങൾ കാണാം. അപ്പോൾ ഈ ആദമിൻ്റെ ചരിത്രം തന്നെ 3 സ്ഥലത്ത് 3 രൂപത്തിലാണ് വന്നത്. പക്ഷെ 3ലുമുള്ള സൂചനകൾ 3 കാര്യങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും. ഇത്രയുമാണ് ഈ ആയത്തിൽ പഠിക്കാനുള്ള ചില പാഠങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഉപകരിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ ളലംനാ അൻഫുസനാ വല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂന മിനൽ ഖാസിരീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم وبارك على نبينا محمد وعلى آله.